ആർ അച്യുതൻ തുടരുന്ന വിവരങ്ങളുമായി. അച്യുതൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഭവ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. അല്പം മുൻപാണ്, അതൊരു 4 മിനിറ്റ് മുൻപാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം സമൂഹ മാധ്യമത്തിൽ നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ട്രംപുമായി ഒരു നല്ല സംഭാഷണം ഇന്ന് നടത്തി. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അതിനുമേൽ ചുമത്തിയിരുന്ന ടാരിഫ് 18% കുറയ്ക്കും എന്ന കാര്യം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടി എന്നതാണ് മോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മറുവശത്ത് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വ്യാപാര കരാറിലേക്ക് ഇരു രാഷ്ട്രങ്ങളും ഇരു കക്ഷികളും ഉടനെ എത്തും എന്നൊരു പ്രഖ്യാപനം നടത്തി. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ എക്സിലെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളില്ല. മറിച്ച് ഇത്തരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന ടാരിഫ് അത് 18% കുറച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഒപ്പം തന്നെ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നതും അതാണ്. മറിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നൊരു പ്രഖ്യാപനം ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ട്രംപ് അവകാശപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും, ഒപ്പം തന്നെ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ ഇനി മുതൽ എണ്ണ വാങ്ങിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം. മറ്റൊന്ന്, ഇന്ത്യ US ഏറെ ശ്രദ്ധേയമായിട്ടുള്ള, ഇതുവരെയും ഇന്ത്യ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ഇന്ത്യ US വ്യാപാര കരാർ. അത് ഇപ്പോൾ ട്രംപ് തന്നെ അവകാശവാദമായി എത്തിയിരിക്കുന്നത്. അതിലേക്കൊരു സമ്മതം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയിലൂടെ അത്തരമൊരു കരാറിലേക്ക് ഉടൻ എത്തും എന്ന തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഏറെ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറിച്ച് ഫോൺ കോളുകൾ ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ടാരിഫ് 18% കുറച്ചതും പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു. വണ്ടർഫുൾ ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് ടുഡേ. ഡിലൈറ്റഡ് ദാറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ products will now have a reduced tariff of 80%. Big thanks of President Trump on behalf of the 1.4 billion people of the India for this wonderful announcement എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഫോൺ സംഭാഷണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നു. ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ ധാരണയിലെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ട്വീറ്റാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും വ്യാപാരത്തിൽ കുറഞ്ഞ തീരുവ ചുമത്താൻ തീരുമാനമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം എന്ന് തന്നെ പറയും. ഇതേ തുടർന്ന് എന്തായാലും നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ 25% നിന്നും 18% കുറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അച്യുതൻ തുടരാം. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ടാരിഫിൽ കുറവ് സംബന്ധിച്ച കാര്യങ്ങളും മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണം, അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. വിദേശകാര്യ മന്ത്രാലയവും ഇതുവരെയും ഇക്കാര്യത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുവശത്ത് ട്രംപ് തന്നെ പല അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയിരിക്കുന്നു. അത് ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങൾ, റഷ്യയുമായി എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചായിട്ടുള്ള കാര്യങ്ങൾ, അത് പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ അത്തരം പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ല. വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇനി മുതൽ ഇന്ത്യ വാങ്ങിക്കും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇനി വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ധാരണയിലേക്ക് എത്തിയോ? എന്താണ് ഇന്ത്യ US വ്യാപാര കരാറിന്റെ നിലവിലെ സ്ഥിതി? ഇതുവരെ മനസ്സിലാക്കിയത് ചർച്ചകൾ തുടരുന്നു, അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഇതുവരെ പുറത്തു വന്ന. നേരത്തെ ഇന്ത്യയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ ട്രംപ് വിമർശിച്ചിരുന്നു. അതായത് യുക്രൈൻ യുദ്ധത്തിന് കൂടുതൽ തീ പകരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ധനം ഒഴിച്ച് ആ യുദ്ധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു കരാറ്
കരാറിലാണ് ഏർപ്പെടാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിലാണ് അധിക താരിഫ്, പിഴ അടക്കമുള്ള താരിഫുകൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. അപ്പോൾ അത്തരം പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം, വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കും എന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകി എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. യുഎസിന്മേലുള്ള താരിഫുകൾ 0 കുറയ്ക്കും എന്നതും ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾ ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഫോൺ സംഭാഷണവും ഒപ്പം 18% ടാരിഫ് കുറച്ചു എന്ന ഈ 2 കാര്യങ്ങൾക്കപ്പുറം മറ്റ് സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭവ്യ, തീർച്ചയായും ട്രംപ് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നു. പക്ഷേ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ട്വീറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ 25% നിന്ന് 18% കുറയും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ പിഴ തീരുവ 25% US എടുത്തു മാറ്റും. പകരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.